എന്നെയും ശക്തനാക്കി മാറ്റണേ, ഞാനേറ്റം ബലഹീനനാ. കുഞ്ഞുനാളിൽ പഠിച്ച പണ്ടത്തെ ഒരു സമ്പ്രദായത്തെ ഓർത്തു പോവുകയാണ്. അതിങ്ങനെയാണ് ബാർട്ടർ സിസ്റ്റം. അതായത് ഒരു സാധനം വേണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വേറൊരു സാധനം കൊടുത്ത് വേണം അത് സ്വന്തമാക്കാൻ. കാശില്ലാത്ത കാലഘട്ടമാണല്ലോ. ഈ കാശില്ലാത്തത് കൊണ്ട് കയ്യിലുള്ള ഒന്ന് കൊടുത്ത് മറ്റൊന്ന് നേടണം. ഇന്ന് ഗോസ്പൽ വായിച്ചപ്പോൾ അങ്ങനെ ഒരു സമ്പ്രദായത്തിൽ ജീവിച്ച മനുഷ്യരെയാണ് ക്രിസ്തു ബ്രേക്ക് ചെയ്തത്. കാര്യം യേശു പറയുകയാണ്, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ നിങ്ങൾ സ്നേഹിക്കണം. പറ്റുമോ? അത് പറ്റുമോ ഇല്ലയോ എന്നാണ് യേശു ചോദിക്കുന്നത്. നമ്മളൊക്കെ അങ്ങനെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ശത്രുക്കളെ നമ്മൾ സ്നേഹിക്കുന്നില്ല. നമ്മൾ സ്നേഹം തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞ് തന്നെയാണ് വീണ്ടും കൊടുക്കുന്നത്. തിരിച്ച് ആ സ്നേഹം കിട്ടിയില്ല എങ്കിൽ നമ്മൾ വീണ്ടും അവരിൽ നിന്ന് മുഖം തിരിച്ചു കളയും. ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യേശു പറയുന്നത് നിങ്ങളിങ്ങനെയൊന്നും ചെയ്യരുത്. തിരിച്ചു കിട്ടില്ല എന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ സ്നേഹിക്കണം. പ്രിയമുള്ളവരെ, ഇതാണ് ക്രിസ്തുവിൻ്റെ നിലപാട്. എല്ലാ കാലഘട്ടത്തും ക്രിസ്തു വ്യത്യസ്തനായിരുന്നത് ഇങ്ങനെ ചില നിലപാടിലൂടെയാണ്. നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മൾ സ്നേഹിച്ചാൽ അതെന്ത് ഗുണമാണുള്ളത്? അങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. സ്നേഹമെന്ന് പറഞ്ഞാൽ കണ്ടീഷനില്ലാതെ സ്നേഹിക്കണം. തിരിച്ചു കിട്ടില്ല എന്നറിഞ്ഞിട്ടും സ്നേഹിക്കണം. ഒരു പ്രതീക്ഷകളുമില്ലാതെ സ്നേഹിക്കണം. ഇങ്ങനൊരു സ്നേഹം ക്രിസ്തു ഈ ഭൂമിയിൽ പഠിപ്പിക്കുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഒട്ടും ചിന്തിക്കാനൊന്നും പറ്റില്ല. കൂടെ ജീവിക്കുന്ന മനുഷ്യർ നമ്മുടെ സ്നേഹം തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ നമ്മളെയൊക്കെ ഗൗനിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ പോലും ക്രിസ്തു പറയുന്നത്, എന്നിട്ടും ധൈര്യത്തോടെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ സ്നേഹിക്ക്, ഉപാധികളില്ലാതെ സ്നേഹിക്ക്. കുരിശിൽ ക്രിസ്തു അതല്ലേ ചെയ്തത്? എല്ലാവരും കൊല്ലാൻ വേണ്ടി മുറവിളി കൂട്ടി അവസാനത്തുള്ള രക്തവും ഇങ്ങനെ ചിന്തിക്കൊണ്ടിരിക്കുന്ന സമയത്തും ക്രിസ്തു പറഞ്ഞത്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോടൊന്നും ക്ഷമിക്കണേ. പ്രിയമുള്ളവരെ, ഒരു പക്ഷേ നമ്മുടെ ചുറ്റുകളുടെ അവസ്ഥയൊക്കെ ഇതാണ്. അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിഞ്ഞിട്ടല്ല ചെയ്യുന്നത്. അത്ര വിശാലമായൊക്കെ ചിന്തിക്കാൻ കഴിവുണ്ടെങ്കിൽ നമുക്കും ഹൃദയത്തിൽ സ്നേഹം കൊണ്ട് നിറയും. ഇങ്ങനെ ഒരു ഹൃദയത്തിൽ സ്നേഹം കൊണ്ട് നിറയ്ക്കാനാണ് നമ്മളെയും ക്രിസ്തു ക്ഷണിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ളവർ ഒത്തിരി നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട്, ഒത്തിരി സങ്കടപ്പെടുത്തുന്നുണ്ട്. എങ്കിലും അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയാതിരിക്കുകയാണ് എന്നൊരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് അവരെ ഒന്ന് വിട്ടുകളയാനായില്ലല്ലോ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവിനെ പോലെ വാക്കിലും യേശുവിനെ പോലെ പ്രവൃത്തിയിലും യേശുവിനെ പോലെ വാക്കിലും യേശുവിനെ പോലെ പ്രവൃത്തിയിലും എന്നെയും ശക്തനാക്കി മാറ്റണേ, ഞാനേറ്റം ബലഹീനനാ. എന്നെയും ശക്തനാക്കി മാറ്റണേ, ഞാനേറ്റം ബലഹീനനാ. ബലഹീനനാ, ഞാൻ ബലഹീനനാ. ബലഹീനനാ, ഞാൻ ബലഹീനനാ. യേശുവേ, നീ എന്നിൽ ബലമാകണേ. യേശുവേ, നീ എന്നിൽ ബലമാകണേ. ബലഹീനനാ, ഞാൻ ബലഹീനനാ. ബലഹീനനാ, ഞാൻ ബലഹീനനാ. യേശുവേ, നീ എന്നിൽ ബലമാകണേ. യേശുവേ, നീ എന്നിൽ ബലമാകണേ. പ്രാണത്യാഗത്തോളം പാപത്തോടെ എതിർപ്പാൻ പ്രാണി എന്നിൽ ഒട്ടുമില്ലെന്നേശുവേ. ദൈവാത്മാവിനോട് വ്യാജം ചെയ്തിടാൻ, ദൈവാത്മാവിനോട്
ചേർത്ത് പിന്നെയും ക്രൂശിക്കണേ. ബലഹീനനാ ഞാൻ ബലഹീനനാ, ബലഹീനനാ ഞാൻ ബലഹീനനാ. യേശുവേ നീ എന്നിൽ ബലമാകണേ. യേശുവേ നീ എന്നിൽ ബലമാകണേ. യേശുവിനെ പോലെ വാക്കിലും യേശുവിനെ പോലെ പ്രവൃത്തിയിലും യേശുവിനെ പോലെ വാക്കിലും യേശുവിനെ പോലെ പ്രവൃത്തിയിലും എന്നെയും ശക്തനാക്കി മാറ്റണേ. ഞാൻ ഏറ്റം ബലഹീനനാ. എന്നെയും ശക്തനാക്കി മാറ്റണേ. ഞാൻ ഏറ്റം ബലഹീനനാ. ബലഹീനനാ ഞാൻ ബലഹീനനാ, ബലഹീനനാ ഞാൻ ബലഹീനനാ. യേശുവേ നീ എന്നിൽ ബലമാകണേ. യേശുവേ നീ എന്നിൽ ബലമാകണേ. ബലഹീനനാ ഞാൻ ബലഹീനനാ, ബലഹീനനാ ഞാൻ ബലഹീനനാ. യേശുവേ നീ എന്നിൽ ബലമാകണേ. യേശുവേ നീ എന്നിൽ ബലമാകണേ. യേശുവേ നീ എന്നിൽ ബലമാകണേ. യേശുവേ